ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ചയൂണിനുള്ള നല്ലൊരു നാടൻ കൂട്ടാനാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. നമ്മുടെ കോഴിക്കോടൻ സ്റ്റൈലിലുള്ള ഒരു മാങ്ങാ കൂട്ടാൻ എന്ന് പറയും ഇവിടെ. അത് ഇളവനും മാങ്ങയും കൂടി വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ നമ്മുടെ ചാനൽ ഇങ്ങനെ അധികം നോക്കുന്തോറും എനിക്ക് തോന്നുന്നത് ഞാനിടുന്ന നാടൻ കൂട്ടാനുകളാണ് നിങ്ങൾക്ക് എൻ്റെ പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം എന്നാണ് എനിക്ക് മനസ്സിലായത്. അതിനാണ് വ്യൂസ് കൂടുതൽ വരുന്നതും. അല്ലാതെ ഞാൻ നോർത്ത് ഇന്ത്യൻ കറികളും വലിയ വലിയ ഡിഷസും കാര്യങ്ങളും നോർത്ത് ഇന്ത്യൻ ചപ്പാത്തിയുടെ കറികൾ, നോർത്ത് ഇന്ത്യൻ പലഹാരങ്ങൾ, സ്വീറ്റ്സ് അങ്ങനെ കാണിക്കുമ്പോൾ ഒന്നും അധികം വ്യൂസ് കിട്ടാതെ ഈ നാടൻ കൂട്ടാനുകൾ കാണിക്കുമ്പോഴാണ് എനിക്ക് അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കഴിയുന്നിടത്തോളം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാം. നാടൻ കൂട്ടാനുകൾ അധികവും അവിടുന്ന് ഇവിടുന്നൊക്കെ അറിഞ്ഞും കേട്ടും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ എത്രത്തോളം അത് സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. കഴിയുന്നിടത്തോളം ശ്രമിക്കാം എന്നാണ് ഞാൻ പറയണത്. നിങ്ങളുടെ ഇഷ്ടമാണല്ലോ എനിക്ക് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെയുള്ള വീഡിയോസ് ഞാൻ ഇടാൻ ശ്രമിക്കാം. അപ്പം മാങ്ങാക്കൂട്ടാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. നല്ല ടേസ്റ്റ് ഒരു കൂട്ടാനാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാങ്ങാക്കൂട്ടാൻ ഉണ്ടാക്കുക എന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കൽച്ചട്ടിയിലാണ് മാങ്ങാക്കൂട്ടാൻ ഉണ്ടാക്കുന്നത്. ഇളവനാണ് ഞാൻ ഒരു കഷ്ണം ഇളവൻ ചെറുതാക്കി ഇതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ ശേഷം ഇളവൻ വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് കൂട്ടാനിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് തിളച്ച് വെന്തതിൻ്റെ ശേഷം നമുക്ക് മാങ്ങ ഇട്ട് കൊടുത്താൽ മതി. മാങ്ങ ആദ്യം ഇട്ട് കൊടുത്താൽ അത് വെന്തലിഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് വെന്തതിൻ്റെ ശേഷം നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമുക്ക് ഈ കൂട്ടാന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അരയ്ക്കണം. തേങ്ങയും ഒന്നിലും ഉണക്കമുളക് കൂട്ടി അരയ്ക്കുക, അല്ലെങ്കിൽ മുളക് പൊടി. ഞാൻ മുളക് പൊടിയാണ് കൂട്ടി അരയ്ക്കണത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും 2 കറിവേപ്പിലയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ അരയ്ക്കണത്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. നമുക്ക് കഷ്ണം എന്തോന്ന് നോക്കാം. കേട്ടോ. വളവൻ്റെ കഷ്ണമൊക്കെ 3/4 വേവായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ഇനി മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. മാങ്ങ ഞാൻ ഒരു വലിയ കഷ്ണം ഒരു ചെറിയ കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു മാങ്ങ മുഴുവൻ എടുത്തിട്ടില്ല. നിങ്ങൾ പുളിക്കനുസരിച്ച് മാങ്ങ കഷ്ണം ഇട്ടാൽ മതി. വെള്ളം കുറച്ച് പോരായുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാം. നമുക്ക് കഷ്ണത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. മാങ്ങ ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് തേങ്ങ ചേർക്കാം. മാങ്ങ ഒന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ മാങ്ങ നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിക്സിയിലുണ്ടായിരുന്ന തേങ്ങയും കൂടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി കൽച്ചട്ടി ആയ കാരണം തിളച്ചുകൊണ്ടേ ഇരിക്കും. ഒരു ചെറിയ തള വരുമ്പോൾ നമുക്കിത് ഓഫാക്കണം. അതിൻ്റെ ശേഷം കുറച്ച് മോരൊഴിച്ച് കൊടുക്കണം, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇതൊന്ന് ചെറിയൊരു തള വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. അപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓഫാക്കുകയാണ് തീയെ. ഇതിന് ശേഷം നമുക്ക് ശകലം മോരൊഴിച്ച് കൊടുക്കണം. തള നിന്നതിൻ്റെ ശേഷം മോരൊഴിച്ചാൽ മതി. ഇപ്പോൾ ഒഴിച്ചാൽ മോരും കൂടി കട്ടയും വെള്ളമാവും. അപ്പോൾ നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. തേങ്ങ ഒഴിച്ചാൽ പിന്നെ ഒരു കൂട്ടാനായാലും അധികം തിളയ്ക്കാൻ പാടില്ല. തിളച്ചാൽ അതിൻ്റെ ടേസ്റ്റേ മാറും. ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും വേഗം നമ്മൾ നോക്കി നിന്നിട്ട് തീ ഓഫ് ചെയ്യണം. ഞാൻ ഉപ്പും പുളിയൊന്ന് നോക്കട്ടെ. ഉപ്പും പുളിയൊക്കെ പാകമാണ്. പക്ഷേ ഈ കൂട്ടാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ശകലം പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കണം. ഉപ്പും പുളി അരിവും നിൽക്കണതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയൊരു മധുരം കൂടി ഉണ്ടായാലാണ് ഈ കൂട്ടാൻ അധികം ടേസ്റ്റ് ഉണ്ടാവുക.
ഇത് മധുരക്കൂട്ടാനൊന്നുമല്ല, എന്നാലും ചെറിയൊരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചാര ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ താളയൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ശകലം കുപ്പിമോര് ഒഴിച്ച് കൊടുക്കുകയാണ്. അധികം പുളി വരാൻ മാത്രം വേണ്ട, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം മോര് ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ വെള്ളമാണെങ്കിലും കുറച്ച് നമ്മൾ കൽച്ചട്ടിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി കട്ടിയുള്ള കൂട്ടാനാവും. നമുക്ക് ചോറിന് കൂട്ടാനുള്ള കൂട്ടാനാണല്ലോ. അപ്പോൾ ഇത്രയും വെള്ളമാകുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യണം. ഇത് ഇരുന്നിട്ട് ഒന്നും കൂടിയും കട്ടിയാവും. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു വറവും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പുറത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ വറവിട്ടാലാണ് ഇതിന് ടേസ്റ്റ് കേട്ടോ. വെളിച്ചെണ്ണ ഒരു മൂപ്പാവുമ്പോൾ കുറച്ച് കടുകും ഉലുവയും വേണം. അതെല്ലാം കൂടി പൊട്ടിത്തുടങ്ങുമ്പോൾ കൊണ്ടാട്ടമുളക്, അതായത് ഉണക്കമുളക്, കൊണ്ടാട്ടമുളകല്ല ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മൂക്കുമ്പോൾ നമ്മൾ കൂട്ടാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള നല്ലൊരു കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബീൻസ് തോരനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് ബീൻസും ക്യാരറ്റും, പക്ഷേ ബീൻസും തന്നെ അങ്ങനെ തോരനൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ഇത് എനിക്ക് മാങ്ങാക്കൂട്ടാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം, എനിക്കറിയില്ല. മാങ്ങ മാത്രം ഇട്ടിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇളവനും മാങ്ങയും മോരോ ഒഴിച്ചിട്ട് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ കൂട്ടാൻ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. മാങ്ങാക്കൂട്ടാൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചിലപ്പോൾ മിക്കവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണതായിരിക്കാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നാടൻ കൂട്ടാനുകളൊക്കെ അധികവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ണങ്ങളും തേങ്ങയും അതും ഇതും മാറ്റി മാറ്റി മറിച്ചിട്ടുണ്ടാക്കണതാണ്. അല്ലാതെ പ്രത്യേകിച്ച് വലിയ സ്പെഷ്യാലിറ്റി ഒന്നും അതിനുണ്ടാവില്ല. അപ്പോൾ എന്നാലും ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറൊരു വീഡിയോ ആയിട്ട് വരണ വരെ ബൈ.